ഒന്ന് കൃത്യനിർവഹണത്തിൽ തടസ്സപ്പെടുത്തി സെക്ഷൻ 353. അതുപോലെ തന്നെ എങ്ങോട്ടും പോകാൻ കഴിയാതെ തടഞ്ഞു വെച്ചു. 341, 294B അനാവശ്യം വിളിച്ച് പറയുക. 351 വണ്ടിയിൽ അതിക്രമിച്ച് കയറുക, MLA വണ്ടിയിൽ അതിക്രമിച്ച്. അപ്പോ ഒരു സീരീസ് ഓഫ് ഒഫൻസ് നടന്നിരിക്കുകയാണ്. മറ്റൊന്ന് തെളിവ് നശിപ്പിക്കുന്ന നടപടിയും കൂടി ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായി. എന്താണ് ഇതിലെ പ്രധാനപ്പെട്ട തെളിവ്? അവിടെ റെക്കോർഡ് ചെയ്യപ്പെട്ട വീഡിയോ, റെക്കോർഡ് ചെയ്യപ്പെട്ട ടെലിഫോണിൽ അന്ന് ഈ ദൃശ്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇതിന്റെ പ്രധാനപ്പെട്ട തെളിവാണ്. അപ്പൊ തെളിവ് നശിപ്പിക്കാൻ കൂടി ഇവർ പരസ്യമായി നിലപാട് സ്വീകരിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ വളരെ വ്യക്തമാണ്, പോലീസ് നിയമവിരുദ്ധമായി പ്രവർത്തിക്കുകയാണ്. സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി പോലീസ് പ്രവർത്തിക്കുകയാണ്. അത് അങ്ങനെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നുള്ള സുപ്രീം കോടതി ഉത്തരവ് കേരളത്തിലെ പോലീസ് മേധാവിക്ക് ബാധകമാണോ? കേരളത്തിലെ പോലീസ് മേധാവി സുപ്രീം കോടതിയുടെ ഉത്തരവ് അനുസരിക്കാൻ ബാധ്യസ്ഥനാണോ? കേരളത്തിലെ ഗവൺമെന്റ് ബാധ്യസ്ഥമാണോ എന്നുള്ള ചോദ്യങ്ങളാണ് ഇതിൽ പ്രധാനമായും വരുന്നത്. അതുകൊണ്ട് FIR രജിസ്റ്റർ ചെയ്യാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ അടിയന്തരമായ നടപടി സ്വീകരിക്കണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാറുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ KSRTC 8/6/2022 അന്നത്തെ CMD ഇറക്കിയ ഒരു സർക്കുലർ ഉണ്ട്. ആ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത്, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ അടിയന്തരമായി യൂണിറ്റ് ഓഫീസർ പോലീസിൽ പോയി പരാതി കൊടുത്ത് കേസ് ചാർജ് ചെയ്യിപ്പിച്ച് തുടർ നടപടി സ്വീകരിക്കണം എന്ന് 8/6/2022 സർക്കുലറിൽ അന്നത്തെ CMD വളരെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ആ കാര്യത്തിലും ഇവിടെ കുറ്റകരമായ വീഴ്ച KSRTCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയാണ്. ഇവിടെ ബഹുമാനിയായ മേയർ പറഞ്ഞ കാര്യം, പ്ലാമൂട് വച്ച് ലൈംഗിക ചേഷ്ട കാണിച്ചു ഡ്രൈവർ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണമായി അവർ പറഞ്ഞിരിക്കുന്നത്. ബസിന്റെ പ്ലാമൂട് നിന്ന് ബസ്സും കാറും പോകുന്ന പ്ലാമൂടിലെ CCTV ദൃശ്യങ്ങൾ നിങ്ങൾ പല മാധ്യമങ്ങളിലും കൂടി നിങ്ങൾ സംപ്രേഷണം ചെയ്തിട്ടുള്ളതാണ്. ആ ബസിന്റെ സ്പീഡും ആ കാറിന്റെ സ്പീഡും നോക്കിയാൽ ഈ രണ്ട് കാര്യങ്ങളും നടക്കുന്നതിനുള്ള സാഹചര്യമുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. ഞാൻ അതിനെക്കുറിച്ച് തർക്കിക്കാൻ ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ പോലീസിനെ വിളിച്ച് അറിയിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ പോലീസിനെ വിളിച്ച് അറിയിക്കുകയാണ് അവർ ചെയ്യേണ്ടത്. അത് ചെയ്യാതെ നിയമം കയ്യിലെടുത്തുകൊണ്ട് ബസ്സിന് കുറുകെ എടുത്ത നടപടിയാണ് മേയറും MLAയും സ്വീകരിച്ചത്. ഇതിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ വ്യക്തമാണ്. ഒന്ന്, ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പിലും പോലീസിലും വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ ഇവർ ഈ നടപടി സ്വീകരിച്ചിട്ടുള്ളത്? രണ്ട്, നിയമങ്ങൾക്ക് ഞങ്ങൾ അതീതരാണ് എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിലാണോ? ഞങ്ങൾ ഭരണകക്ഷിയാണ്, ഭരണകക്ഷിയിലുള്ളവർക്ക് നിയമങ്ങളൊന്നും ബാധകമല്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണോ ഈ കൃത്യം അവർ ചെയ്തത്? ഇനി നമ്മളൊന്ന് സങ്കല്പിച്ചു നോക്കണം. എന്താണ്, ഇപ്പൊ മേയർ കാറിലിരുന്നു കൊണ്ട് സിറ്റി പോലീസ് കമ്മീഷണറെ വിളിച്ചു പറയുകയാണ്. സിറ്റി പോലീസ് കമ്മീഷണർ വിളിച്ചു പറയുകയാണ്, ഇത്ര നമ്പർ ബസ്സിൽ ഇരുന്ന ഡ്രൈവർ ഞങ്ങളോട് ഈ പ്രവൃത്തി ചെയ്തു എന്ന് മേയർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഫോണിൽ വിളിച്ചു പറയുന്നു വിചാരിക്കുക. അപ്പോഴെന്താണ് സംഭവിക്കുന്നത്? ഈ കാറ് പാളയത്തെത്തുമ്പോഴോ അല്ലെങ്കിൽ PMGയിൽ എത്തുമ്പോഴോ മറ്റെവിടെയെങ്കിലും ഒരു പോലീസ് വാഹനം വളരെ വേഗത്തിൽ വന്ന് ബസ്സിന് മുന്നിൽ കുറുകെ നിർത്തി ആ ഡ്രൈവറെ കസ്റ്റഡിയിലെടുക്കും. ഇതല്ലേ ഇപ്പോ മേയർ അല്ലെങ്കിൽ MLA പോലീസ് ഓഫീസറെ വിളിച്ചു പറഞ്ഞാൽ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്ത് കണ്ടാൽ, പാളയത്ത് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് നടയിൽ അല്ലെങ്കിൽ ഓവർബ്രിഡ്ജിൽ
പോലീസ് വാഹനം അതിവേഗം വന്ന് ഈ ബസ്സിനെ ക്രോസ് ചെയ്ത് ആ ഡ്രൈവറെ കസ്റ്റഡിയിലെടുക്കും. ഇതല്ലേ സംഭവിക്കാമെന്ന്. ആ പോലീസ് ചെയ്യേണ്ട ജോലിയാണ്, അല്ലെങ്കിൽ ആ പോലീസ് നിയമപാലകന്മാരായിട്ടുള്ള നിയമം നടപ്പിലാക്കേണ്ട ഉദ്യോഗസ്ഥന്മാർ ചെയ്യുമായിരുന്ന ജോലിയാണ് ഇവർ നിയമവിരുദ്ധമായ മാർഗത്തിലൂടെ ഇവർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഈ കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയാണ് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. എന്നിട്ട് ബഹുമാനായ MLA ആ വാഹനത്തിലേക്ക് കയറിയിട്ട് പറയുകയാണ് ഈ ബസ് ഇനി പോയില്ല. എന്നിട്ട് ഡ്രൈവറോട് പറയുന്നു വണ്ടി ഒതുക്കിയിട് എന്ന് പറഞ്ഞിട്ട് കണ്ടക്ടറുടെ സീറ്റിലിരുന്ന് വണ്ടി ഒതുക്കിയിടെന്ന് പറഞ്ഞിട്ട് ഇനി വണ്ടി മുന്നോട്ട് പോവില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ട A. റഹീം MP ഇന്ന് പറഞ്ഞിരിക്കുന്നത് ബസ്സിൽ കയറി ടിക്കറ്റ് എടുത്ത് തമ്പാനൂർ വരെ യാത്ര ചെയ്യാനാണ് നമ്മുടെ MLA കയറിയെന്നാണ്. ഒരു കാറിൽ വന്ന MLA അവിടെ നിർത്തിയിട്ട് ബസ്സിൽ കയറി അദ്ദേഹത്തിന് തോന്നുകയാണ് എന്നാൽ എന്നെ ടിക്കറ്റ് എടുത്ത് ബസ്സിൽ യാത്ര ചെയ്തിട്ട് ഒരുപാട് ദിവസമായി, എന്നാൽ പിന്നെ നമുക്കൊന്ന് ബസ്സിൽ കയറി തമ്പാനൂർ വരെ ഒന്ന് യാത്ര ചെയ്ത് കളയാം എന്ന് കരുതിയാണ്. എത്ര അപഹാസ്യമായ ഒരു ന്യായീകരണമാണ് ഒരു രാജ്യസഭാ അംഗത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു ഏഷ്യാനെറ്റിനോടാണ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് A. റഹീം MPയെയാണ് ഈ കണ്ടക്ടർ ആദ്യമായി വിളിക്കുന്നത്. A. റഹീം MPയെ. ഇന്ന് കണ്ടക്ടർ കഴിഞ്ഞ ദിവസം പറഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് MLA ബസ്സിനുള്ളിൽ കയറിയിട്ട് ടിക്കറ്റ് ചോദിച്ചു എന്നുള്ളതാണ്. അതാണ് കണ്ടക്ടറുടെ ഭാഷ്യം. അതാണ് ഇദ്ദേഹം പറഞ്ഞതാണോ ആരെങ്കിലും പറഞ്ഞു കൊടുത്താണോ? പക്ഷെ ആര് പറഞ്ഞു കൊടുത്താലും അതുപോലെ പറയാൻ തയ്യാറായി നിൽക്കുന്ന ഒരാളാണ് കണ്ടക്ടർ നമുക്ക് മനസ്സിലാവും. കാരണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോ റിപ്പോർട്ട് ചെയ്യേണ്ടത് പോലീസിലോ അതല്ലെങ്കിൽ KSRTCയുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ റിപ്പോർട്ട് ചെയ്യേണ്ടുന്ന കണ്ടക്ടർ നേരെ പറഞ്ഞിരിക്കുന്നത് രാജ്യസഭാ അംഗമായിട്ടുള്ള ശ്രീ A. റഹീമിനോടാണ്. അദ്ദേഹമാണോ ഇത് കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത്? എന്നിട്ട് ഇന്ന് അദ്ദേഹം നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആവർത്തിക്കുകയാണ്. കാരണം അന്ന് ഒരു സോറി പറയണമെന്ന് കണ്ടക്ടർ ഡ്രൈവറോട് പറഞ്ഞു. സോറി പറഞ്ഞാൽ തീരും. ഇത് രാജ്യസഭാംഗമായിട്ടുള്ള ശ്രീ A. റഹീം അദ്ദേഹത്തോട് പറഞ്ഞതാണ്.